അവയവ കച്ചവടത്തിന് ഒത്താശ ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളെന്ന കേരളത്തിലെ ആദ്യ കരൾദാതാവായ അൻഷാദിന്റെ വെളിപ്പെടുത്തൽ. ഇടനിലക്കാർക്ക് വിവരം ലഭിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ്. അവയവദാതാക്കളിൽ ചിലർ പിന്നീട് ഏജന്റുമാരായി മാറുന്നുവെന്നും അൻഷാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ അവയവ കച്ചവടത്തിന് ഒത്താശ നൽകുന്നത് സ്വകാര്യ ആശുപത്രികളാണെന്ന് ആദ്യ കരൾദാതാവായ അൻഷാദ് ആരോപിക്കുന്നു. അവയവം ആവശ്യമുള്ള രോഗികളുടെ വിവരങ്ങൾ ആശുപത്രികളിൽ നിന്ന് ഇടനിലക്കാർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തി ഏജന്റുമാർ അവയവദാനത്തിന് നിർബന്ധിക്കുന്നുണ്ടെന്നും ആരോപണം. സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലുള്ള അടച്ചുറപ്പുമില്ലാത്ത ആളുകളെ ആദ്യം പോയി കണ്ട് അവരുമായിട്ട് ഒരു ഡീല് സംസാരിക്കുകയാണ്. ഈ ഏജന്റ് ത്രൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അയാൾക്ക് പണം ലഭിച്ചിട്ടുണ്ടാവും 8 ലക്ഷം രൂപ. ഈ ഏജന്റ് ഇത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവർ പലരെയും സാക്ഷിയായി കാണിച്ചുകൊണ്ടാണ് പലരെയും പ്രോമിസ്ഡ് ആയിട്ട് ഇത് നടത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏജന്റ് ഇത്തരം വ്യക്തികളിലേക്ക്, ഡോണർമാരിലേക്ക് എത്തിച്ചെല്ലുന്നത്. അവയവദാതാക്കളിൽ ചിലർ പിന്നീട് ഏജന്റുമാരായി മാറുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓർഗൻ വിറ്റിട്ടുള്ള ഒരാൾ ഇതിൻ്റെ മീഡിയേറ്ററായി വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഏജന്റിന് ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. അവയവദാതാക്കൾക്ക് NOC നൽകുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഈ NOC അത്ര നിസ്സാരമായിട്ട് എങ്ങനെ ഇവർക്ക് കിട്ടണമെന്നുള്ളതാണ്. കാരണം മീഡിയേറ്റർമാർ വഴിയാണ് ഈ പേപ്പർ വർക്കുകൾ നടക്കണത്. 2 ലക്ഷം രൂപ അതിനായിട്ട് ഇവർ പേപ്പർ വർക്കിനായിട്ട് മേടിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവയവദാനം നടത്തി വഞ്ചിതരായ പലരെയും തനിക്കറിയാമെന്നും അൻഷാദ് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.